കുവൈത്തിലെ പൗരാണിക നിർമ്മിതികളെല്ലാം തനതായ വാസ്തുവിദ്യ കൊണ്ടും നിർമ്മാണങ്ങളിലെ മനോഹാരിത കൊണ്ടും സുന്ദരമാണ്. മരുഭൂമിയുടെ വ്യത്യസ്ത കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഉൾക്കൊണ്ട് പതിറ്റാണ്ടുകളായി അവ പ്രതാപത്തോടെ നിലകൊള്ളുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ പ്രധാനമാണ് ജഹ്റയിലെ റെഡ് ഫോർട്ട്. മണൽപ്പരപ്പിന് നടുവിൽ ചുവന്ന ചായത്തിൽ കരുത്തോടെ ചരിത്രത്തിന് സാക്ഷിയായി നിലകൊള്ളുന്ന അതിഗംഭീര കോട്ട. റെഡ് പാലസ് എന്നും അറിയപ്പെടുന്ന ഈ കോട്ട കുവൈത്തിലെ ചരിത്ര നിർമ്മിതികളിൽ പ്രധാനമായ ഒന്നാണ്. ജഹ്റയിലെ കാർഷിക ഫാമുകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1897 കുവൈറ്റ് ഭരണാധികാരി ഷെയ്ഖ് മുബാറക് അസ്സബാഹാണ് കോട്ട നിർമ്മിച്ചത്. 1920 പ്രസിദ്ധമായ ജഹ്റ യുദ്ധത്തിനും ഈ കോട്ട സാക്ഷിയായി. മരുഭൂമിയിലെ കുറ്റിച്ചെടികൾ കലർന്ന ചെളിയിൽ നിന്ന് രൂപപ്പെടുത്തിയ ഇഷ്ടികകൾ കൊണ്ടാണ് കോട്ടയുടെ നിർമ്മാണം. 15 അടി ഉയരവും 2 അടി വീതിയുമുള്ള മതിലിനാൽ ചുറ്റപ്പെട്ട കോട്ടയ്ക്ക് സമചതുരാകൃതിയാണ്. 4 വശവും വാച്ച് ടവറുകളുമുണ്ട്. 33 മുറികളും 6 നടുമുറ്റങ്ങളും കോട്ടയിലുണ്ട്. ഇവയ്ക്കിടയിൽ സുന്ദരമായ വരാന്തകളും ഗോവണികളും പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്നു. കോട്ടയുടെ മധ്യഭാഗത്തായി ഒരു കിണറുമുണ്ട്. ജഹ്റ യുദ്ധത്തിൽ മുറിവേറ്റവരെ ചികിത്സിക്കാൻ ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഉപ്പ് ചവർപ്പ് കലർന്ന വെള്ളം രുചി മാറ്റാൻ ഈന്തപ്പഴം കലർത്തി കുടിച്ചാണ് അന്ന് പടയാളികൾ ദാഹം തീർത്തതെന്നാണ് പഴങ്കഥകൾ പറയുന്നത്. കോട്ടയോട് ചേർന്ന് പുരാവസ്തു മ്യൂസിയവും അടുത്തിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ ആയുധങ്ങൾ, ചരിത്ര വസ്തുക്കൾ എന്നിവ ഇവിടെ കാണാം. കുവൈത്ത് ജനതയുടെ ആയുധങ്ങളുമായുള്ള ബന്ധം, പ്രതിരോധം, വേട്ടയാടൽ എന്നിവയെല്ലാം മ്യൂസിയം പരിചയപ്പെടുത്തുന്നുണ്ട്. കോട്ടയും മ്യൂസിയവും കൂടുതൽ മികവോടെ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നിലവിൽ നടന്നു വരികയാണ്. വൈകാതെ ഇതുകൂടി പൂർത്തിയാക്കി സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ അധികൃതർ.